ബാലഗോകുലം നവംബർ 1 കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച സുഹൃത കേരളം ഗോകുല കലായാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടി കാസർഗോഡ് മധൂരിൽ വെച്ച് നടന്നു. പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുവർണ ജയന്തിയുടെ ഭാഗമായി ബാലഗോകുലം നവംബർ 1 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച സുഹൃത കേരളം ഗോകുല കലായാത്രയുടെ സംസ്ഥാനതല സമാപന പരിപാടി കാസർഗോഡ് മധൂരിൽ വെച്ച് നടന്നു. സ്വാഗത സംഘം അധ്യക്ഷൻ കെ ഗോപാലകൃഷ്ണ ഭട്ട് IAS അധ്യക്ഷതയിൽ പ്രശസ്ത സംഗീതജ്ഞനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് വേദികളിൽ കടന്നുപോയെങ്കിലും എന്നെന്നും ഓർമ്മിക്കാനും സ്മരിക്കപ്പെടുവാനും പൂജിക്കപ്പെടുവാനും ഭജിക്കുവാനും ഒക്കെ എഴുതി ചേർക്കൊണ്ടുന്ന ഒരു സത്കർമ്മമാണ് ഇന്ന് എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എത്ര കണ്ട് നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കണ്ണു നിറയുകയാണ്. അങ്ങനൊരു സന്ദർഭമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബാലഗോകുലം എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ഒരുപാട് സന്ദേശങ്ങൾ. നമുക്ക് ഇന്നലെ അനുഭവിച്ച ദുഃഖങ്ങൾ ഇന്നോർത്ത് കരയാം, ഇന്നലെ അനുഭവിച്ച സന്തോഷങ്ങൾ ഇന്നോർത്ത് ചിരിച്ചുകൊണ്ടിരിക്കാം. ഒരു സെക്കൻഡിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഉപാധ്യക്ഷൻ KP ബാബുരാജൻ മാസ്റ്റർ കലായാത്ര സന്ദേശം നൽകി. കജമ്പാടി സുബ്രഹ്മണ്യ ഭട്ട്, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഞ്ചാനി ഷ്യാൻബോഗ്, ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ, ജനറൽ സെക്രട്ടറി KN സജികുമാർ, ദക്ഷിണ കേരളം അധ്യക്ഷൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഉത്തര കേരളം അധ്യക്ഷൻ M സത്യൻ, മധൂർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ജഗദീഷ് പ്രസാദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ NM സദാനന്ദൻ, ബിജു, സെക്രട്ടറിമാരായ V ഹരികുമാർ, MR പ്രമോദ്, T പ്രവീൺ, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ PM ശ്രീധരൻ മാസ്റ്റർ, NV പ്രജിത് മാസ്റ്റർ, ട്രഷറർ അനിൽകുമാർ, രാധാകൃഷ്ണൻ കോഴിക്കോട്, ജില്ലാ ബാലസമിതി കാര്യദർശി അരവിന്ദ എന്നിവർ സംസാരിച്ചു. തസ്മൈ PR പ്രാർത്ഥനാഗാനം ആലപിച്ചു. കലായാത്രാ സംയോജക് P പ്രശോഭ് മാസ്റ്റർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ധനഞ്ജയൻ മധൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലായാത്രാ ടീം അവതരിപ്പിച്ച നൃത്ത സംഗീത ശില്പവും ഗോകുലാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.